തീവ്രമായ സിനിമാ പ്രേമി അല്ലേ? ലാലേട്ടന്റെ സിനിമ ഫസ്റ്റ് ഡേ തന്നെ കാണാൻ വന്നിരിക്കുകയാണ് അല്ലേ? ലാലേട്ടൻ്റെ സിനിമ ഇന്ന് തന്നെ കാണുമ്പോൾ ഒരു രസമാണത്. അതിൻ്റെ ഒരു ആരവം സിനിമ കാണുന്നതൊക്കെ കൂടുതൽ മോഹൻലാലിനോടെ ആ സിനിമ ആ പ്രേക്ഷകരുടെ ഒരു ആരവുണ്ട്. അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് റിലീസിന് തന്നെ വരുന്നത്. റിലീസിന് തന്നെ മാക്സിമം സിനിമകളൊക്കെ കാണാൻ നോക്കാറുണ്ടോ? എല്ലാ സിനിമകളിലും മോഹൻലാലിൻ്റെ പടങ്ങൾ തീർച്ചയായും കാണാൻ ശ്രമിക്കും. ലാലേട്ടൻ ഫാനാണ്. ഈ ദിവസം നമുക്ക് അങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല. ലീവാണോ? ഇന്ന് ലീവാണ്. ഫാമിലി ആയിട്ട് വന്നിരിക്കുകയാണ്. ലാലേട്ടൻ സിനിമ കാണാനുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഹസ്ബൻഡിനെ പോലെ തന്നെ എക്സൈറ്റഡ് ആണോ? അത്രയില്ലെങ്കിലും ഓൾക്ക് ഇഷ്ടമാണോ ലാലേട്ടന്റെ സിനിമകള്? അപ്പൊ ലൂസിഫർ കണ്ടിട്ടുണ്ടോ മുൻപ്? ഇല്ല അല്ലേ? ഇത് കാണാൻ പോണേ. ലൂസിഫർ കണ്ടിട്ടുള്ള ഇതില്ല. അപ്പൊ നമുക്ക് എങ്ങനെയാ ലൂസിഫർ വെച്ചിട്ട് നമ്മളിങ്ങനെ കമ്പയർ ചെയ്യണ്ടോ? അതിനേക്കാൾ മുകളിലായിരിക്കും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഒക്കെ ഉണ്ടോ? അല്ല, ഇത് പൃഥ്വിരാജിന്റെ ഫസ്റ്റ് പടമാണല്ലോ ലൂസിഫർ. അപ്പൊ അതിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും അപ്പൊ ഇത്രയും വർഷം കഴിയുമ്പോൾ അതിന്റെ ഒരു കൂടുതലായിട്ടുള്ള ഇതല്ലേ എന്തായാലും ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ നമ്മളങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് കാണാനിരിക്കുകയാണ്. നമ്മൾ VKG തിയേറ്ററിലും ആ ഒരു ഫസ്റ്റ് ഡേ ഇന്നാണല്ലോ നമ്മൾ ഓപ്പൺ ആക്കിയിട്ട്. അപ്പൊ VKG തിയേറ്റർ ഇപ്പൊ കണ്ടെടുത്തോളം എങ്ങനെയുണ്ട്? നല്ല രസകരമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാഞ്ഞാണി കഴിഞ്ഞ ഗുരുവായൂരിൻ്റെ ഇടയിൽ വരുന്ന തിയേറ്ററാണ്. ഒരുപാട് തിയേറ്ററുകൾ ഉണ്ടായിരുന്നു. വെങ്കടങ്ങ് പ്രോവിഡൻസ്, പാർട്ടി ജെയ്സൺ, പൂവത്തൂർ നിഷി, അമ്പാടി തിയേറ്ററുകൾ. അപ്പോൾ അത്തരം തിയേറ്ററിലൊക്കെ നഷ്ടപ്പെട്ടതിൻ്റെ ഇല്ലാണ്ടായതിൻ്റെ ഒരു വിഷമമുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ VKG തിയേറ്റർ അത് അങ്ങനെ ഒരു സംരംഭം വന്നതിൽ വളരെ ഒരു സിനിമ പ്രേമി എന്നതിൽ വളരെയധികം ആഹ്ലാദവനാണ്. ഈ പള്ളികൾ നമ്മുടെ ഈ പെരുന്നാളിൻ്റെ ഈ നാട്ടിൽ ഒരു തിയേറ്ററിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. ഇപ്പോൾ മനോഹരമാണ് മാറി. ഇനി നമുക്ക് സിനിമ കാണാൻ കുറച്ചുകൂടി ഈസി. നല്ല സിനിമ കാണാൻ നല്ല തിയേറ്റർ നമുക്ക് തൊട്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്.